ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ലഷ്കർ ഇ തോയ്ബയുടെ അതിർത്തിയിലെ ഭീകര ക്യാമ്പുകൾ പാകിസ്ഥാൻ സർക്കാർ തന്നെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭീകരവാദികളെല്ലാം പാകിസ്ഥാൻ സർക്കാർ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതിർത്തികൾ പൂർണ്ണമായും വിജനമായി കഴിഞ്ഞു. ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരരെല്ലാം പാകിസ്ഥാൻ പ്രത്യേക വിമാനത്തിൽ കയറ്റി പ്രത്യേക താവളത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാക് പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞത് ലഷ്കർ ഇ തോയ്ബയുടെ അവർ ഭീകരരല്ല, അവർ പോരാളികളാണ് എന്ന രീതിയിലാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി അടക്കം സംസാരിച്ചത്. ഇന്ത്യ ഈ സാഹചര്യം ശക്തമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. ഇവരെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്ന ലഷ്കർ ഇ തോയ്ബ ഭീകരർക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഉടനെ തന്നെ നിങ്ങൾ ആ പ്രദേശത്ത് നിന്ന് മാറണം, നിങ്ങൾ ആ പ്രദേശത്ത് വളരെ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ഇന്ത്യ ശക്തമായിട്ടുള്ള തിരിച്ചടിക്കാണ് ഒരുങ്ങുന്നത്. വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ പാകിസ്ഥാൻ മിലിറ്ററി അയക്കുന്ന വിമാനത്തിൽ കയറി തിരികെ ഞങ്ങൾ പറയുന്ന സുരക്ഷിത താവളത്തിലേക്ക് മാറണം എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ ലഷ്കർ ഇ തോയ്ബ ഭീകരർക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. അവരുടെ നിഴൽ സംഘടനയായിട്ടുള്ള അഥവാ പ്രോക്സി സംഘടനയായിട്ടുള്ള റെസിസ്റ്റൻസ് ഫ്രണ്ട്, ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ ഭീകരവാദികളെല്ലാം ഇന്ത്യ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരുടെ രേഖാചിത്രങ്ങൾ അടക്കം ഇന്ത്യ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. പോരാത്തതിന് ഇവരെ ഓരോന്നായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. രണ്ട് ഭീകരരെയാണ് ഇപ്പോൾ നിഷ്കരുണം ഇന്ത്യ കൊന്നു തള്ളിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ലഷ്കർ ഇ തോയ്ബ ഭീകരർക്ക് നേരിട്ട് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. എത്രയും വേഗം ആ അതിർത്തി പ്രദേശത്ത് നിന്ന് നിങ്ങൾ എല്ലാവരും ഒഴിഞ്ഞു പോകണം, നിങ്ങളുടെ ആയുധങ്ങളെല്ലാം തന്നെ അവിടെ ഉപേക്ഷിച്ചേക്കും, ആയുധങ്ങളൊന്നും എടുക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല, ആയുധങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ അയക്കുന്ന വണ്ടിയിൽ നിങ്ങൾ അതിൽ കയറി രക്ഷപ്പെടണമെന്ന് തന്നെയാണ് ലഷ്കർ ഇ തോയ്ബ ഭീകരരോട് പാകിസ്ഥാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. ഒരുപക്ഷെ ഇന്ത്യക്ക് ഇത് വലിയൊരു തെളിവായി തന്നെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പാകിസ്ഥാനെതിരെ സകല തെളിവുകളും ഇന്ത്യ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനും യുദ്ധ സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിനാണ് ഒരുങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ലഷ്കർ ഇ തോയ്ബ ഭീകരരെ മുഴുവൻ, അതായത് പാകിസ്ഥാൻ തേനും പാലും കൊടുത്ത് വളർത്തിയ ലഷ്കർ ഇ തോയ്ബ ഭീകരരെ മുഴുവൻ പാകിസ്ഥാൻ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ജയ്ഷെ ഭീകരർ ഇന്ത്യയിൽ പുൽവാമയിൽ ആക്രമണം നടത്തിയപ്പോൾ ജയ്ഷെ ഭീകരരുടെ താവളങ്ങൾ മുഴുവൻ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. അതിനുശേഷം ഇവർ തലപൊക്കിയിട്ടില്ല. പാകിസ്ഥാൻ ആ ഭയം തന്നെയാണ് പാകിസ്ഥാനുള്ളത്. ഇന്ത്യക്കെതിരെ തൊടുത്തുവിടുന്ന ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനയെല്ലാം ഇന്ത്യ വേദോടെ പിഴുതു കളയുമെന്നുള്ള ആ ഭയം പാകിസ്ഥാൻ ഇപ്പോൾ വേട്ടയാടുന്നുണ്ട്. ജയ്ഷെ മുഹമ്മദിനെ പിഴുതു കളഞ്ഞതുപോലെ ഇപ്പോൾ ലഷ്കർ ഇ തോയ്ബയെ സമ്പൂർണ്ണമായിട്ടുള്ള ഉന്മൂലനമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. കൂട്ടത്തിൽ പാകിസ്ഥാൻ മിലിറ്ററി ബേസുകൾ ആക്രമിക്കാൻ ഇന്ത്യ ശക്തമായി തയ്യാറെടുക്കുന്നു എന്ന വലിയ സംശയവും പാകിസ്ഥാനിൽ ഉടലെടുത്തിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ അതിർത്തികൾ വിജനമാക്കിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.